പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ച നടപടി വീണ്ടും നീട്ടിയിരിക്കുകയാണ്. ഹൈക്കോടതി മതിയായ സമയം ലഭിച്ചിട്ടും ദേശീയപാത അതോറിറ്റി ഒന്നും ചെയ്തില്ലെന്ന് വിമർശിച്ചു. ഇടപ്പള്ളി മണ്ണുത്തി പാതയിലെ ഗതാഗതം ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും റിപ്പോർട്ട് നൽകി. പാലിയേക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ ശ്രമത്തിനാണ് തുടർച്ചയായി തിരിച്ചടിയേറ്റത്. പാലിയേക്കരയിലെ ടോൾ മരവിപ്പിച്ച നടപടി തിങ്കളാഴ്ച വരെ തുടരും. ദേശീയപാത ഗതാഗതയോഗ്യമാക്കാൻ മതിയായ സമയം ലഭിച്ചിട്ടും NHAI ഒന്നും ചെയ്തില്ലെന്നും ജില്ലാ കളക്ടർ കർശന നടപടിയെടുത്തതിനു ശേഷമാണ് NHAI എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയതെന്നും ഹൈക്കോടതിയുടെ വിമർശനം. ദേശീയപാത ഗതാഗതയോഗ്യമാക്കിയോ എന്ന കാര്യം NHAI ജില്ലാ കളക്ടറെ അറിയിക്കണം. ജില്ലാ കളക്ടർ ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിയും റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ടോൾ പിരിവ് തുടരാനുള്ള അനുമതിയിൽ ഡിവിഷൻ ബെഞ്ച് തിങ്കളാഴ്ച തീരുമാനമെടുത്തേക്കും. വാഹനം വഴിതിരിച്ചുവിടുന്ന പാതയിലെ പ്രശ്നങ്ങൾ യാത്രക്കാർക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നായിരുന്നു ഓൺലൈനിൽ ഹാജരായ തൃശൂർ ജില്ലാ കളക്ടറുടെ വിശദീകരണം. എന്നാൽ ഇക്കാര്യം NHAIയുടെ പരിധിയിൽ വരുന്നതല്ലെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ മറുപടി. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.